സഹകരണ ബാങ്കുകളിലെ നിക്ഷേപ തട്ടിപ്പിന്റെ ഭാഗമായവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കരുതെന്നാവശ്യപ്പെട്ട് മലപ്പുറം തെന്നലയിലെ നിക്ഷേപ സംരക്ഷണ സമിതി രംഗത്ത്. തെന്നല ബാങ്കിലെ 4000-ഓളം നിക്ഷേപകർക്ക് 50 കോടിയോളം രൂപയാണ് ബാങ്കിൽ നിന്ന് ലഭിക്കേണ്ടത്. പണം തിരികെ ലഭിക്കാനുള്ള ഇവരുടെ പോരാട്ടത്തിന് സർക്കാരിന്റെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ പിന്തുണ ലഭിക്കുന്നില്ലെന്നും ഇവർ പറയും. ഒരു പൈസ ഒരു ഇൻട്രസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. 40 ലക്ഷത്തിലേറെ കിട്ടാനുണ്ട്. 40-75 കിട്ടാനുണ്ട്. ഭാര്യൻ്റെയും കുട്ടികളുടെയും കൂടി പേരിൽ ഒരു 13 ലക്ഷം റുപ്യ കിട്ടാനുണ്ട്. 10 ലക്ഷത്തോളം ഉറുപ്പുണ്ട്. ഡയറക്ടർ ബോർഡ് മെമ്പർമാരും 2.5 ലക്ഷം ഉണ്ട്. കാരണം 50 എൻ്റെ പൈസ ഉണ്ടായിരുന്നു. അത് വിട്ടിങ്ങനെ കാക്കാൻ്റെ 2 ലക്ഷം ഇട്ടു. കാലങ്ങളുടെ അധ്വാനവും സുരുക്കൂട്ടിയതുമെല്ലാം തെന്നല സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവരാണ് ഇവരെല്ലാം. ബാങ്ക് ഭരണസമിതികളുടെ പിടിപ്പുകേടും ധൂർത്തും ദീർഘവീക്ഷണമില്ലാത്ത നടപടികളും അഴിമതിയുമാണ് തെന്നല സഹകരണ ബാങ്കിലെ നിക്ഷേപകരെ ഈ നിലയില്ലാ കയത്തിലാക്കിയത്. പണം തിരിച്ചു കിട്ടാൻ ഇവർ നടത്തുന്ന നിയമപോരാട്ടങ്ങളെല്ലാം നീതിപീഠങ്ങളുടെ മുൻപിലാണ്. നിയമങ്ങളുടെ പഴുതുമറയാക്കി കേസിലകപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമെല്ലാം സസുഖം വിലസുമ്പോൾ മക്കളുടെ വിവാഹത്തിനും ചികിത്സയ്ക്കും മറ്റത്യാവശ്യങ്ങൾക്കും പണം കണ്ടെത്താൻ കഴിയാതെ രേഖകളിൽ മാത്രം ലക്ഷാധിപതികളായ ഈ സാധാരണക്കാർ അലയുകയാണ്. സർക്കാരിന്റെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും സഹായം പോലും ഇവർക്ക് ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നിക്ഷേപ തട്ടിപ്പുകളുടെ ഭാഗമായ രാഷ്ട്രീയക്കാരെ സ്ഥാനാർത്ഥികളാക്കരുത് എന്ന ആവശ്യവുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും ഇവർ കത്തയച്ചിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ജില്ലയിലെയും കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന നേതാക്കന്മാർക്കും കൊടുക്കുന്നുണ്ട്. ഇതൊരു സാമൂഹ്യ ദ്രോഹമാണ്. ഇവർ കളവ് പഠിച്ചവരാണ്. എങ്ങനെ കക്കാനും അത് എങ്ങനെ പൂഴ്ത്തി വെക്കാനും എങ്ങനെ നിയമത്തെ ദുരുപയോഗപ്പെടുത്തി രക്ഷപ്പെടാമെന്നൊക്കെയുള്ള PhD എടുത്തവരാണ്, ഡോക്ടറേറ്റ് എടുത്തവരാണ്. അവരെ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നത് ഇത് ജനാധിപത്യത്തോടും ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. തെന്നല സഹകരണ ബാങ്കിന് സമാനമായ തട്ടിപ്പ് നടന്ന മറ്റിടങ്ങളിലെ ഇരകളെ കൂടി ഉൾക്കൊള്ളിച്ചാണ് തുടർ പ്രവർത്തനങ്ങൾ നിക്ഷേപ സംരക്ഷണ സമിതി ആലോചിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ഇവർക്ക് ചോദിക്കാനുള്ളത് ഒന്നു മാത്രം. ഞങ്ങൾ ഈ സഹകരണ തട്ടിപ്പിന് ഭാഗവാക്കായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ളവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തപ്പെട്ടിട്ടുള്ളവരുമായ വ്യക്തികളെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറ്റി നിർത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഈ സഹകരണ ബാങ്ക് ഭരിക്കുന്ന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല, ഇവിടെ വേറെയും ബാങ്കുകളുണ്ട് അതുപോലെ. അപ്പോൾ എല്ലാ സഹകരണ ബാങ്ക് സംസ്ഥാനത്തൊട്ടാകെ ഈ ഇത്തരം തട്ടിപ്പുകാരെ ഈ തദ്ദേശ ഭരണ സ്വയംഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തണം. അതൊരു മാതൃക ആവണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.